അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫോംസ് എന്ന് പറയും. എന്താണ് ഫോംസ്? ഓൺലൈനായിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ +1 ഓൺലൈൻ അലോട്ട്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു ഓൺലൈനായിട്ടുള്ള ഒരു ഫോം നമ്മളെങ്ങനെയാണ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു ഫോം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഫോം കണ്ടെയ്നർ, പിന്നെ ഒരു ഫോം കൺട്രോൾസ് എന്ന് പറയും. ഫോം കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ആ ഫോമിനെ സെറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോം കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് ടെക്സ്റ്റ് ഫീൽഡ്, ടെക്സ്റ്റ് ഏരിയ, കോംബോ ബോക്സ്, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടണുകൾ, ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഒരു ഫോമിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ചേർത്തിക്കൊണ്ടാണ് നമ്മളൊരു ഫോം തയ്യാറാക്കുന്നത്. ഇനി ആ ഫോമിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ഷൻ, മെത്തേഡ്, ടാർഗറ്റ്, ഇങ്ങനെ 3 ആട്രിബ്യൂട്ട്സ് ആണ് വരുന്നത്. അതിലാദ്യത്തെ ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വെബ് പേജിനെയാണ് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ വെബ് പേജിനെ നമുക്ക് സെറ്റ് ചെയ്യണതാണ് ആക്ഷൻ എന്നുള്ള ടാഗിൽ. അപ്പോൾ കറക്റ്റായിട്ട് ആ ആക്ഷൻ എവിടേക്കാണ് പോകേണ്ടത് വെച്ചാൽ ആ വെബ് പേജിലേക്ക് നമ്മൾ പോകുന്നു. പിന്നെ അടുത്തതായിട്ട് വരുന്നത് മെത്തേഡാണ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടു അപ്ലോഡ് ദ ഡാറ്റ, നമുക്ക് എങ്ങനെയാണ് ഈ ഡാറ്റ ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് നമ്മളൊരു വെബ് പേജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ വെബ് പേജ് ഓപ്പണായി വരുന്നു. അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പണായി വരുന്നു. അപ്പോൾ അത് ഓപ്പണായി വരുമ്പോൾ ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഏത് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ആ ലിങ്കിൻ്റെ കംപ്ലീറ്റ് വെബ്സൈറ്റ് അഡ്രസ്സ് തന്നെ നമ്മുടെ ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ കാണാൻ പറ്റും. ചിലപ്പോൾ നമുക്കത് കാണാതെയും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ഡാറ്റ, അതായത് നിങ്ങൾ എവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു ആ ക്ലിക്ക് ചെയ്യുന്ന ലിങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും കാണണോ വേണ്ടേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ആ മെത്തേഡിൽ അതുകൊണ്ട് തന്നെ നമുക്ക് 2 തരത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും കാണാം, അഡ്രസ് ബാറിൽ അത് വരും. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാണാത്ത രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഗെറ്റ് എന്നും പോസ്റ്റ് എന്നുമാണ് നമ്മളതിനെ പറയുന്നത്. അതിന് കൂടുതൽ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ വരുന്നത് ടാർഗറ്റ്. ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ടാർഗറ്റ് വിൻഡോയിലാണ് ഇതൊക്കെ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പോണത്, അതാണ് ഈ ടാർഗറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് ടാർഗറ്റിൽ. അതായത് പുതിയ വിൻഡോയിലായിരിക്കും നമ്മുടെ ആ വെബ് പേജിനെ കാണാൻ പറ്റുന്നത്. സെൽഫ് എന്ന് പറഞ്ഞാൽ സെയിം വിൻഡോയിൽ തന്നെ കാണാം. പാരന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വിൻഡോ എവിടെ നിന്നാണോ ഉണ്ടായത് ആ പാരന്റ് വിൻഡോയിലായിരിക്കും അത് ഡിസ്പ്ലേ കാണിക്കുക. പിന്നെ ടോപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻ ബ്രൗസർ വിൻഡോയിൽ തന്നെയാണ് നമുക്കതിൻ്റെ ഡിസ്പ്ലേ കാണുന്നത്. ഇനി ഏതെങ്കിലും വിൻഡോ അവിടെ ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നു. പിന്നെ അടുത്തത് നെയിം. നമുക്കൊരു പ്രത്യേക പേരിനെ കൊടുക്കാൻ പറ്റും ആ പേജിന്. അപ്പോൾ ആ നെയിം സ്പെസിഫൈ ചെയ്തിട്ട് കാണിക്കാൻ പറ്റും. ഇങ്ങനെ ഇത്രയും ടാഗുകളാണ് അല്ലെങ്കിൽ ഇത്രയും ആട്രിബ്യൂട്ട്സുകളാണ് ടാർഗറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിച്ചു ആക്ഷൻ, മെത്തേഡ്, ടാർഗറ്റ്. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ വെബ് പേജിൽ എങ്ങനെയാണ് വരണേന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ബോക്സും അതേപോലെ റേഡിയോ ബട്ടണും വെച്ചിട്ടുള്ള ഒരു ഫോമാണ് പഠിച്ചത്. ആ ഫോം ഔട്ട്പുട്ടായിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക നോക്കാം നമുക്ക്. ആ ഫോം ഔട്ട്പുട്ടായിട്ട് കാണുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൽ ഹെഡിങ് കാണാം, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, കൺട്രോൾസ് എന്ന്. അതേപോലെ സെക്സ് എന്ന് കാണാം, അതിൻ്റെ നേരെ 2 റേഡിയോ ബട്ടൺസ് കാണാം. അതേപോലെ ഹോബീസ് കാണാം, അതിൽ 3 ചെക്ക് ബോക്സുകൾ കാണാം. അതിലാദ്യത്തേൽ പ്ലേയിങ് ഗെയിംസ്, രണ്ടാമത്തേൽ വാച്ചിങ് TV, മൂന്നാമത്തേൽ റീഡിങ്. അതുപോലെ സെക്സിലാണെങ്കിൽ 2 റേഡിയോ ബട്ടൺ, ആദ്യത്തേൽ മെയിൽ, പിന്നത്തേൽ ഫീമെയിൽ. ഇതാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ഉപയോഗം. നമുക്ക് ചോയ്സുകൾ കൊടുക്കാം, എന്നിട്ട് ഏത് ചോയ്സാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇതിന് സെലക്ട് ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രയോജനം. അപ്പോൾ ഇതുപോലുള്ള ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ഫോം കൺട്രോൾസ് ഉണ്ട്. നമുക്ക് ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് ആ ഫോം കൺട്രോൾസിനെ നമ്മുടെ ഫോമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആ ഫോമിനെ എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആക്കാമോ അത്രത്തോളം അതിനെ നമുക്ക് യൂസ്ഫുൾ ആക്കാം. അടുത്തതായിട്ട് നമ്മളിതിൽ ടെക്സ്റ്റ് ഏരിയയാണ് കൊടുക്കുന്നത്. ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചധികം വലിപ്പമുള്ള, ഇപ്പോൾ നമുക്ക് 5 റോസ് അല്ലെങ്കിൽ 20 കോളംസ് വരെ സൈസുള്ള ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ അഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്യാനാണ്.
അത് കഴിഞ്ഞ് ടെക്സ്റ്റ് ഏരിയ ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ ഇൻപുട്ട് ടൈപ്പാണ് കൊടുത്തത്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പിൽ സബ്മിറ്റ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ കൊടുത്തു. അത് കഴിഞ്ഞ് ഫോം ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇത് ഒരു വെബ് പേജായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ബ്രൗസറിൽ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൽ തന്നെ കാണാം ഹെഡിങ് ഫോം റെസ്യൂം എന്നുള്ളതാണ്. അത് ടൈറ്റിലായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റർ യുവർ ഡീറ്റെയിൽസ് എന്നാണ് കാണിക്കുക. അത് കഴിഞ്ഞ് നെയിം, ഫസ്റ്റ് നെയിം ഹിയർ എന്ന് കാണും. അവിടെ നമുക്ക് നെയിം കൊടുക്കാം. ഏജിന് നമ്മൾ ചെറിയ ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. സൈസ് 3 ആണ് കൊടുത്തത്. അതുകൊണ്ട് വയസ്സിന് ചെറിയ ബോക്സ്. സെക്സ് 2 റേഡിയോ ബട്ടൺസ്, മെയില് ഫീമെയിൽ. നാഷണാലിറ്റിയും അതുപോലെ നേറ്റിവിറ്റിയും ഡിസ്ട്രിക്റ്റും 3ഉം കൂടി ഒരു ഗ്രൂപ്പായിട്ടാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയതുകൊണ്ട് അപ്പോൾ അതിന് നമുക്ക് ഫീൽഡ് സെറ്റ് എന്നുള്ള ടാഗിനകത്താണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ തന്നെ നാഷണാലിറ്റിയിൽ നമുക്ക് ഇവിടെ കാണാം എന്താണ്, കോംബോ ബോക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ നേറ്റിവിറ്റി ഡിസ്ട്രിക്റ്റിന് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രെയിം സെറ്റ് അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞ ഹോബീസിൽ പ്ലേയിങ് ഗെയിംസ്, വാച്ചിങ് TV, റീഡിങ്, ഇതെല്ലാം എന്തിലാണ് കൊടുത്തിരിക്കണേ, ചെക്ക് ബോക്സിനകത്താണ് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞാൽ അഡ്രസ്സ് നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗം അത് കുറച്ച് വലിയ ബോക്സാണ്. അപ്പോൾ അതെന്താണ്, ടെക്സ്റ്റ് ഏരിയ. നമ്മൾ ടെക്സ്റ്റ് ഏരിയ ആണ് എപ്പോഴും കുറച്ച് വലുത്. ടെക്സ്റ്റ് ഫീൽഡിനെക്കാട്ടിലും വലുതായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യിക്കുന്ന സാധനമാണ് ടെക്സ്റ്റ് ഏരിയ. പിന്നെ ബട്ടൺ നമ്മളിവിടെ നേരത്തെ പറഞ്ഞു, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റീസെറ്റ് ആൻഡ് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ബട്ടൺ. അപ്പോൾ സബ്മിറ്റ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണോ അതുപോലെ നമുക്കൊരു വെബ് പേജിനെ ഉണ്ടാക്കാം. ആ വെബ് പേജിൽ ഏതൊക്കെ കമ്പോണൻസിനെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതനുസരിച്ച് അതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാതെയും കൊടുക്കാം. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എത്രമാത്രം നന്നാക്കാമോ അത്രമാത്രം ഇംപ്രസീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ അത് കഴിഞ്ഞിട്ട് നേറ്റിവിറ്റി ആണ് അടുത്ത ചോയ്സ്. നേറ്റിവിറ്റിയിൽ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ആണ് എൻ്റർ ചെയ്യുന്നത്. അതിൽ ചോയ്സ് ആയിട്ടൊന്നും തന്നെ ഇല്ല. നേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നേരത്തെ നാഷണാലിറ്റി നമ്മൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റ് ബോക്സ്. പിന്നെ അത് കഴിഞ്ഞ് ഡിസ്ട്രിക്റ്റിന് വേറൊരു ബോക്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ നേറ്റിവിറ്റിയും ഡിസ്ട്രിക്റ്റൊക്കെ നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഫീൽഡ് സെറ്റ് ക്ലോസ് ചെയ്തു. കാരണം ആ ഫീൽഡ് സെറ്റ് ആ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ചോദിച്ചത് നാഷണാലിറ്റി, അത് കഴിഞ്ഞ് നേറ്റിവിറ്റി, അത് കഴിഞ്ഞ് ഡിസ്ട്രിക്റ്റ്, ഇതെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് അവിടെ അവസാനിച്ചു. അതുകൊണ്ട് ഫീൽഡ് സെറ്റിനെ നമ്മളവിടെ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഹോബീസാണ്. ഹോബീസിൽ നമ്മൾ ചെക്ക് ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ 3 ചെക്ക് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചെക്ക് ബോക്സിൽ നമ്മൾ കൊടുക്കുന്നത് പ്ലേയിങ് ഗെയിംസ്, രണ്ടാമത്തെ ചെക്ക് ബോക്സിൽ വാച്ചിങ് TV, മൂന്നാമത്തെ ചെക്ക് ബോക്സിൽ റീഡിങ്. അപ്പോൾ നമുക്ക് ഈ 3 ഓപ്ഷൻസാണ് ചെക്ക് ബോക്സിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആ വെബ് പേജിലെ ബാക്കി ഭാഗത്തേക്ക് കടക്കാം. സെക്സ് ആണ് പിന്നെ നമ്മൾ കൊടുക്കുന്നത്. സെക്സിൽ 2 റേഡിയോ ബട്ടൺസ് ആണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് അതിൽ മെയിലെന്നും ഫീമെയിലെന്നും കാണിക്കാം. അത് കഴിഞ്ഞാൽ ഫീൽഡ് സെറ്റ് തുടങ്ങി. നമ്മൾ ഫീൽഡ് സെറ്റ് ടാഗാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഫീൽഡ് സെറ്റ് ടാഗിനകത്ത് നമ്മൾ എന്താ ചെയ്യണേ അറിയോ, ലെജൻഡ്, സബ് ഡിവിഷൻസ് ലെജൻഡ് വെച്ചാൽ കൊടുക്കണേ. അപ്പോൾ ആ ലെജൻഡ് കൊടുത്തു. എന്നിട്ട് അതിൽ നാഷണാലിറ്റിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഹെഡിങ്. അപ്പോൾ ആ നാഷണാലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ലെജൻഡിനെ നമ്മൾ ക്ലോസ് ചെയ്തു. കാരണം ലെജൻഡ് ഒരു കണ്ടെയ്നർ ടാഗാണ്. ഇനി സെലക്ട് നെയിം ഈക്വൽ നാഷണാലിറ്റി, സൈസ് ഈക്വൽ 4. അപ്പോൾ നാഷണാലിറ്റിയാണ് നമ്മളിനി ഇവിടെ സെലക്ട് ചെയ്യാൻ പോണത്. സൈസ് ഈക്വൽ 4, 4 ഓപ്ഷൻസ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതാണ് സൈസ് ഈക്വൽ 4. ഇനി ഓപ്ഷൻ വാല്യൂ ഈക്വൽ ഇന്ത്യൻ, നമുക്ക് ഇന്ത്യൻ എന്നുള്ളതാണ് ആദ്യം കൊടുത്തത്. അപ്പോൾ സെലക്റ്റഡ് ആയിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. ഓപ്ഷൻ വാല്യൂ ഈക്വൽ ബ്രിട്ടീഷ്, അപ്പോൾ ബ്രിട്ടീഷാണ് അടുത്ത ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ ജർമ്മൻ, നാലാമത്തെ ഓപ്ഷൻ ശ്രീലങ്കനാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. അത് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ സെലക്ട് ടാഗാണ് യൂസ് ചെയ്തത്. സെലക്ട് ടാഗ് അഗെയിൻ ഒരു കണ്ടെയ്നർ ടാഗ് ആയതുകൊണ്ട് സെലക്ട് ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ സബ് ഡിവിഷനാണ് ഈ പറഞ്ഞ നാഷണാലിറ്റി. അപ്പോൾ ആ നാഷണാലിറ്റിയിൽ നമുക്ക് 4 ചോയ്സാണ് നമ്മൾ കൊടുത്തത്. അത് കൊടുക്കുന്നതിന് വേണ്ടി ഓപ്ഷൻ എന്നുള്ള ടാഗ് യൂസ് ചെയ്തു. അത് സെലക്ട് ടാഗിനകത്താണ് എഴുതുന്നത്. സെലക്ട് ടാഗ് എഴുതിയിട്ടുള്ളത് എവിടെയാണ്, ലെജൻഡ്, നാഷണാലിറ്റി ലെജൻഡിലാണ് കൊടുത്തിട്ടുള്ളത് സബ് ഡിവിഷൻ. ആ ലെജൻഡ് സബ് ഡിവിഷനിലുള്ള നാഷണാലിറ്റിയുടെ താഴെ വരുന്നതാണ് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെലക്റ്റിനെ നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ എപ്പോഴും ഫീൽഡ് സെറ്റ് തുടങ്ങുന്നത് നമുക്ക് ഒരു ഫോമിനകത്ത് കുറേ ഗ്രൂപ്പായിട്ട് റിലേറ്റഡ് ഡാറ്റാസിനെ
കാണിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫീൽഡ് സെറ്റിൽ ആദ്യം കൊടുത്ത ഹെഡിങ് ആണ് നാഷണാലിറ്റി. അപ്പോൾ അത് നമ്മൾ എവിടെയാണ് കൊടുക്കുക? സബ് ഡിവിഷൻസ് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഇതുപോലെ ലെജൻഡ് എന്നുള്ള ടാഗിനകത്താണ്. അത് കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് സെലക്ട് ടാഗ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്താണ് സെലക്ഷന് വേണ്ടി കൊടുക്കുന്നത്. ആ നെയിം കൊടുത്തു, അത് കഴിഞ്ഞ് അതിൻ്റെ സൈസ് എത്ര ഓപ്ഷൻസ് വരുന്നു എന്നുള്ളതാണ് സൈസ്. അപ്പോൾ ആ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് സെലക്ട് ടാഗ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ BR ടാഗ് വെക്കുന്നു. എന്തിനാണ്? അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ലൈനാ ഗ്യാപ്പ് വേണ്ടു വെച്ചാൽ ഒരു BR ടാഗ്, 2 BR ടാഗ് വെച്ചത് കൊണ്ട് 2 ലൈനിൻ്റെ ഗ്യാപ്പ് അങ്ങനെ നമുക്ക് കൊടുക്കാം. അടുത്തതായിട്ട് ഫീൽഡ് സെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ഒരു ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഇവിടെ ടു ക്രിയേറ്റ് ആൻ HTML ഫോം ടു സബ്മിറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് എ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഫില്ല് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൽ ആദ്യം നോർമലി എല്ലാ വെബ് പേജിലും കാണുന്ന പോലെ HTML, ഹെഡ്, ടൈറ്റിൽ, എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ബോഡി തുടങ്ങുന്നു. അപ്പോൾ എപ്പോഴും ബോഡി തുടങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബോഡിയിൽ BG കളർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് സെൻറ്റർ H3 ഹെഡിങ് കൊടുക്കുകയാണ് നമ്മൾ. എൻറ്റർ യുവർ ഡീറ്റെയിൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫോം ആക്ഷൻ ഈക്വൽ guestbook.php നമ്മൾ ഏത് ഫയലാണ് ഇവിടെ ആ ഫോമിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെത്തേഡ് ഈക്വൽ ഗെറ്റ് ആ ഫോമിനെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഓൺലൈൻ ഫോമാണ്. അപ്പോൾ ഓൺലൈൻ ഫോമിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഗെറ്റാണ് യൂസ് ചെയ്തത്. നമുക്ക് ഗെറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് 2 മെത്തേഡാണുള്ളത്. ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്താൽ എന്താണ് ഉണ്ടാവണേ? അഡ്രസ് ബാറിൽ നമ്മൾ ഏത് ബ്രൗസറാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ് ബാറിൽ നമ്മൾ ഏത് സൈറ്റിലേക്കാണോ ആക്സസ് ചെയ്യുന്നത് അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഹിസ്റ്ററി വിസിബിൾ ആണ് എന്നർത്ഥം. പിന്നെ നെയിമിൽ NBSP ടാഗ് ഉണ്ട്. എന്തിനാണത്? നമുക്ക് സ്പേസ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻപുട്ട് ടൈപ്പിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു. നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ആണ് ഉദ്ദേശിച്ചത്. അതിൽ നമ്മൾ ഫസ്റ്റ് നെയിം, പിന്നെ നമുക്ക് അതിൻ്റെ സൈസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം ലെങ്ത് എത്ര ലെറ്റേഴ്സ് വരെ അതിൽ കൊള്ളിക്കാം. വാല്യൂ ഈക്വൽ ഫസ്റ്റ് നെയിം ഹിയർ. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് നെയിം എന്നുള്ളത് അവിടെ സെറ്റ് ആവും. ബ്രേക്ക് ടാഗ് എന്തിനാണ്? അടുത്ത ലൈനിലേക്ക് പോകാൻ. ഇനി നമുക്ക് 2 ബ്രേക്ക് കൊടുത്താൽ 2 ലൈൻ നമ്മൾ അവിടെ ലീവ് ചെയ്യണമെന്ന് അർത്ഥം. ഇനി ഏജ് ആണ് അടുത്തത് കൊടുത്തത്. നമ്മളവിടെ ഏജ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. അത് കഴിഞ്ഞ് നെയിം ഏജ്, സൈസ് 3, മാക്സിമം ലെങ്ത് 3. അതായത് ഏജ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ബോക്സേ വേണ്ടൂ. അതിൽ നമ്മൾ ഏജ് സാധാരണ 2 ഡിജിറ്റ് വരെയേ വരുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ലെങ്ത് 3. ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ഫീൽഡ് വേണമെങ്കിലും നമുക്കതിലേക്ക് സെറ്റ് ചെയ്യിക്കാവുന്നതാണ്. അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്കതിൽ കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡുകൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നമുക്ക് ഉണ്ടാക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫോം സബ്മിഷനെ കുറിച്ചാണ്. എന്താണ് ഫോം സബ്മിഷൻ എന്ന് പറഞ്ഞാൽ? ഫോം സബ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത്? ഈ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ കൊടുത്ത കളക്റ്റഡ് ആയിട്ടുള്ള ആ ഡാറ്റ മുഴുവനായിട്ട് വെബ് സെർവറിൽ പോയിട്ട് സ്റ്റോർ ആവുന്നു. അപ്പോൾ ആ വെബ് സെർവറിലേക്കാണ് നമ്മൾ ഈ കളക്ട് ചെയ്തിട്ടുള്ളതായ ഇൻപുട്ട് ഡാറ്റ മുഴുവൻ പോയിട്ട് സ്റ്റോർ ആവുന്നത്. ഇൻ എ വെബ് സെർവർ സ്പെഷ്യൽ സെർവർ സൈഡ് പ്രോഗ്രാം ഫോർ പ്രോസസ്സിംഗ്. വെബ് സെർവറിൽ എങ്ങനെയാണ്? അതിനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വെബ് സെർവർ പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളിലൂടെയാണ് അത് വർക്കാവുന്നത്. അപ്പോൾ അത് വർക്കാവുക എന്ന് വെച്ചാൽ എന്താണ്? ആ പ്രോഗ്രാമിലൂടെ നമ്മൾ എന്തൊക്കെ സ്റ്റോർ ചെയ്യാൻ പറയുന്നു അതെല്ലാം അവിടെ സ്റ്റോർ ആവുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഈ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ടുള്ളത് guestbook.php എന്ന് പറഞ്ഞ ഒരു ഫയലാണ്. ആ വെബ് സെർവറിലേക്കാണ്, അതായത് ആ ഒരു പർട്ടിക്കുലർ guestbook.phpയിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് മുഴുവനും സേവ് ആവുമ്പോൾ, അതായത് സബ്മിറ്റ് ചെയ്യുമ്പോൾ പോയിട്ട് സ്റ്റോർ ആവുന്നത്. ഇനി ഫോം മെത്തേഡ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഫോം മെത്തേഡ് നമുക്കൊന്നുകിൽ ഗെറ്റ് അല്ലെങ്കിൽ പോസ്റ്റ്, ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിലൂടെ നമ്മൾ അവിടേക്ക് പോയിട്ട് അതിലെ ഡാറ്റ മുഴുവനും അവിടെ സേവായി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇതാണൊരു ഫോം സബ്മിഷൻ എന്ന് പറയുമ്പോൾ നടക്കുന്നത്. അപ്പോൾ ഏതൊരു ഓൺലൈൻ ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ഡാറ്റ കൊടുക്കുന്നു ആ ഡാറ്റ മുഴുവനും അവിടെ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ആവുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ റിട്രൈവ് ചെയ്യാനോ അതല്ലെങ്കിൽ പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ആക്സസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് ആ ഡാറ്റ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇതുപോലെ guestbook.php പോലെ ഏതെങ്കിലും ഒരു ഫയലിലേക്ക് നമ്മൾ ഈ ഡാറ്റയെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെപ്പോഴും ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ സബ്മിറ്റ് ആവുന്നത്. അടുത്ത ടാഗ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീൽഡ് സെറ്റ് ടാഗാണ്. അപ്പോൾ എന്താണ് ആ ടാഗിൻ്റെ ഉപയോഗം?
ഫീൽഡ് സെറ്റ് ഗ്രൂപ്പിംഗ് റിലേറ്റഡ് ഡാറ്റ ഇൻ എ ഫോം. ഒരു ഫോം തയ്യാറാക്കുമ്പോൾ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ടാഗാണ് ഫീൽഡ് സെറ്റ്. ഇനി ഫീൽഡ് സെറ്റ് ടാഗ് ഹെൽപ്സ് ടു ഡിവൈഡ് എ ഫോം ഇൻ ടു ഡിഫറൻറ്റ് സബ് സെക്ഷൻസ്. നമ്മളൊരു അപ്ലിക്കേഷൻ ഫോമൊക്കെ ഊഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെ വരുന്നതാണ് അപ്ലിക്കേഷൻ ഫോം. പ്രത്യേകിച്ച് ഓൺലൈൻ അലോട്ട്മെൻ്റ് ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ തന്നെ കോളേജ് അഡ്മിഷൻസും ഇന്നെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് ഏതൊരു തരം ഫോം കണ്ടാലും ആ ഫോമിനകത്ത് തന്നെ കാണാം ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ അവർ സെക്ഷനായിട്ട് തിരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സെക്ഷൻസുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇത് പറയുന്നത്. അപ്പോൾ ഡിഫറൻറ്റ് സബ് സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത് എന്തിനെയാണ്? റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻസിനെ, നമുക്ക് പരസ്പര ബന്ധമുള്ള എലമെൻസിനെയാണ് അങ്ങനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നത്. ടു ഐഡൻറ്റിഫൈ ഈച്ച് ഫീൽഡ് സെറ്റ് യൂസ് ലെജൻഡ് ടാഗ്. ഓരോ ഫീൽഡ് സെറ്റ്, എന്താണ് ഈ ഓരോ ഫീൽഡ് സെറ്റ്? ഓരോ ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻസുകളാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ ലെജൻഡ് എന്ന ഒരു ടാഗിനെ ഉപയോഗിക്കുന്നു. ഇനി ലെജൻഡ് എന്താണ്? ഡിഫൈൻസ് എ ക്യാപ്ഷൻ ഫോർ ദ ഫീൽഡ് സെറ്റ് എലമെൻറ്റ്സ്. നമ്മൾ എന്താണ് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിട്ടുള്ള ആ ഓരോ ഗ്രൂപ്പുകൾ, അപ്പോൾ ആ ഗ്രൂപ്പുകൾക്കെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള ഹെഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു ഫോം ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതിലെന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കണ്ടെയ്നർ ടാഗാണ് ഫീൽഡ് സെറ്റ്. എന്ന് വെച്ചാൽ ഫീൽഡ് സെറ്റ് എന്ന ടാഗ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം അതിനെ ക്ലോസ് ചെയ്യണം. അപ്പോഴേ ആ ഫീൽഡ് സെറ്റ് എന്ന ടാഗിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്കിംഗ് നമുക്ക് നടക്കുള്ളൂ. ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ടാഗിൻ്റെ വർക്കിംഗ് കാണാൻ പറ്റില്ല. അതായത് വെബ് പേജിൽ നമുക്ക് എററൊന്നും വരില്ല, പക്ഷേ റിസൾട്ട് കാണില്ല സ്ക്രീനിൽ. അപ്പോൾ മിക്കവാറും പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എററൊന്നുമില്ല, പക്ഷേ വെബ് പേജ് നമ്മുടെ ബ്രൗസറിലൂടെ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ കാണില്ല. അപ്പോൾ അത് കാണാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെയ്നർ ടാഗുകൾ എപ്പോഴും ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഫീൽഡ് സെറ്റ് ടാഗിൻ്റെ ഉപയോഗം എന്താണ്? ഒരു ആപ്ലിക്കേഷൻ ഫോമിനെ പരമാവധി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിനെ നമ്മൾ ഉണ്ടാക്കുന്നു. അതിനുവേണ്ടി ഫീൽഡ് സെറ്റ് ടാഗിനെ നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് എങ്ങനെയാണ് നമുക്കൊരു ചെക്ക് ബോക്സ്, അതല്ലാന്ന് വെച്ചാൽ റേഡിയോ ബട്ടൺ നമ്മുടെ പ്രോഗ്രാമിൽ ഫോമിൽ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം. HTML ഹെഡ്, ടൈറ്റിൽ അതെല്ലാം വേണം. അത് കഴിഞ്ഞ് ബോഡി BG കളർ കൊടുക്കുക. ബോഡി BG കളറിൽ ഒരു കളർ നമ്മൾ കൊടുക്കുന്നു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഫോമിനകത്ത് ഹെഡിങ് കൊടുക്കുന്നത് സെക്സ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ റേഡിയോ, അപ്പോൾ റേഡിയോ ബട്ടണാണ് കൊടുക്കാൻ പോണത്. അതിൽ നെയിം സെക്സ് കൊടുത്തു, വാല്യൂ ഈക്വൽ മെയിൽ, അപ്പോൾ ആ ഇൻപുട്ട് ടൈപ്പിൽ മെയിൽ നമ്മൾ കൊടുത്തു. അതേപോലെ റേഡിയോ നെയിം ഈക്വൽ സെക്സ്, വാല്യൂ ഈക്വൽ ഫീമെയിൽ, അപ്പോൾ 2 റേഡിയോ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ ചെക്ക് ബോക്സ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ ഹെഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെക്സ് എന്നാണ് ഹെഡിങ് കൊടുത്തത്, ഇവിടെ ഹോബീസാണ് കൊടുക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ആ ഹോബീസിൽ നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് ബോക്സ് ഇൻപുട്ട് വാല്യൂ ഈക്വൽ ടു ചെക്ക് ബോക്സ്, അത് കഴിഞ്ഞ് ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ്, നെയിം ഹോബി, വാല്യൂ ഗെയിംസ്, അപ്പോൾ പ്ലേയിങ് ഗെയിംസ് അതായിരിക്കും നമ്മുടെ അവിടുത്തെ ഹെഡിങ്. അത് കഴിഞ്ഞ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ചെക്ക് ബോക്സ്, നെയിം ഈക്വൽ ഹോബി, വാല്യൂ ഈക്വൽ വാച്ചിങ് TV, അപ്പോൾ വാച്ചിങ് TV ആണ് അടുത്തത് കൊടുക്കാൻ പോണേ. പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ചെക്ക് ബോക്സ്, നെയിം ഈക്വൽ ഹോബി, വാല്യൂ ഈക്വൽ റീഡിങ്, അപ്പോൾ നമ്മൾ റീഡിംഗ് ആണ് അടുത്തായിട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് 3 ചെക്ക് ബോക്സും 2 റേഡിയോ ബട്ടൺസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഫോം നമ്മളിവിടെ ഫോം എന്നുള്ള ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നമ്മളവിടെ ക്ലോസ് ചെയ്യണം. ഇവിടെ ഫോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് ഫോം അവിടെ ക്ലോസ് ചെയ്തു. അതേമാതിരി നമ്മളിവിടെ ബോഡി ഓപ്പൺ ചെയ്തു, അവിടെ ബോഡി ക്ലോസ് ചെയ്തു. HTML ഇവിടെ ഓപ്പൺ ചെയ്ത് അവിടെ ക്ലോസ് ചെയ്തു. കാരണം HTMLൻ്റെ അകത്ത് ഹെഡ് ഓപ്പൺ ചെയ്ത് ടൈറ്റിൽ ഇട്ടു, അപ്പോൾ ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. അപ്പോൾ പിന്നെ ബോഡിയാണ് ഓപ്പൺ ചെയ്തത്, അപ്പോൾ ബോഡീനെ നമ്മളിവിടെ ക്ലോസ് ചെയ്തു. അതിൻ്റെ അകത്തായിട്ടാണ് ഫോം വരുന്നത്. അപ്പോൾ ഫോമിനെ ക്ലോസ് ചെയ്ത ശേഷം ബോഡി ക്ലോസ് ചെയ്തിട്ട് HTML നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏത് ഇൻപുട്ടാണോ നമുക്ക് വേണ്ടത്, ഇൻപുട്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് മാത്രമല്ല അതിൽ കൊടുക്കുന്ന വാല്യൂ ഇതെല്ലാം നമുക്ക് കൊടുക്കാം. അതും കഴിഞ്ഞ് അവസാനം നമ്മൾ എന്ത് ചെയ്യണം, ഫോം ക്ലോസ് ചെയ്യണം. അതേപോലെ തന്നെ HTMLും ബോഡി ഇതെല്ലാം ക്ലോസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് സ്ക്രീനിൽ വ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏതെങ്കിലും ടാഗ് ക്ലോസ് ചെയ്യാൻ മറന്നു പോയാൽ നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടില്ല. എങ്ങനെയാണ് ഒരു HTML ഫോം നമ്മളൊരു പ്രോഗ്രാമിലൂടെ ചെയ്യുമ്പോൾ ഉണ്ടാവണമെന്ന് നമുക്ക് നോക്കാം. ഒരു HTML ഫോമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക്
HTML. അത് കഴിഞ്ഞ് ഹെഡിനകത്ത് നമുക്ക് ടൈറ്റിൽ, നമുക്ക് എന്താണ് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം. അതേമാതിരി BG കളർ, ബോഡിയുടെ കളർ പിങ്ക് കൊടുത്തു. ഫോം ആക്ഷൻ, നമ്മൾ ഏത് ഫോമാണ് ഓപ്പൺ ചെയ്യേണ്ടത് വെച്ചാൽ അതവിടെ കൊടുക്കുക. മെത്തേഡ് ഈക്വൽ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഫോം ഓപ്പൺ ചെയ്യുന്നു ആ ഫോമിൻ്റെ അഡ്രസ്സ്, വെബ്സൈറ്റ് അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ കാണാൻ പറ്റില്ല. അത് മറ്റുള്ളവർ കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് പോസ്റ്റ് മെത്തേഡാണ് എപ്പോഴും സെക്യൂർ ആയിട്ടുള്ള മെത്തേഡ്. പകരം നമ്മൾ ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്തിരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് സേഫ് അല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ വെബ്സൈറ്റിൻ്റെ ആ അഡ്രസ്സ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സപ്പോസ് പാസ്വേഡ് ചേഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആക്ഷൻസ് മുഴുവനും ഹിസ്റ്ററി പോലെ നമ്മുടെ ബ്രൗസറിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഡ്രസ് ബാറിൽ കാണാൻ പറ്റും. പക്ഷേ പോസ്റ്റ് മെത്തേഡാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഏത് വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തത് ആ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഒരിക്കലും ഹിസ്റ്ററിയിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള മെത്തേഡാണ്. അത് കഴിഞ്ഞാൽ നമ്മളിവിടെ നെയിം എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മളവിടെ NBSP എന്ന് പറഞ്ഞാൽ നോൺ ബ്രേക്കിംഗ് സ്പേസ് ആണ്. അതായത് ഒരു സ്പേസ്, ഒരു ഗ്യാപ്പ് വരുന്നതിന് വേണ്ടി കൊടുക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ NBSP ടാഗ്. ഇനി ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണ്. നെയിം FName എന്ന് കൊടുത്തു. സൈസ് 30, മാക്സ് ലെങ്ത് 25. എന്താണ് അതിനർത്ഥം? നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നെയിം എന്ന പേര്, ടെക്സ്റ്റ് ബോക്സ്. ഇതാണ് ഉദ്ദേശിച്ചത്. ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ സൈസ് 30 അതിൽ മാക്സിമം ലെങ്ത്ത് നമുക്ക് 25 ലെറ്റേഴ്സ് വരെ സ്റ്റോർ ചെയ്യാം. പാസ്വേഡാണ് അടുത്തത്. പാസ്വേഡിൽ ഇതേപോലെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ പാസ്വേഡ്, നെയിമും കൊടുത്തു, സൈസ് കൊടുത്തു, മാക്സ് ലെങ്ത്ത് കൊടുത്തു, ബ്രേക്ക് കൊടുത്തു. അപ്പോൾ അടുത്ത ലൈനിൽ പാസ്വേഡ് വന്നു. നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് NBSP ടാഗ് കൊടുക്കാം, സ്പേസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റീസെറ്റ് എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പിൽ റീസെറ്റ് എന്നുള്ളത്. വാല്യൂ ഈക്വൽ ക്ലിയർ എന്നുള്ള വാല്യൂ നമ്മളിവിടെ കൊടുത്തു. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്താലും അതെല്ലാം ഡിലീറ്റ് ആയി പോകും. അത് കഴിഞ്ഞാൽ അടുത്തത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ സബ്മിറ്റ്, വാല്യൂ ഈക്വൽ സെൻഡ് എന്ന് പറഞ്ഞാൽ സെൻഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ എന്ത് ടൈപ്പ് ചെയ്തു നെയിമും പാസ്വേഡായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വെബ് സെർവറിലേക്ക് സ്റ്റോർ ആവുന്നു. അത് കഴിഞ്ഞ് ഫോം ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ രീതിയിലൂടെ ഒരു ഫോമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫോമിലൂടെ എന്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താലും അതെല്ലാം ആ വെബ് സെർവറിൽ പോയിട്ട് അതിൻ്റെ എവിടെയാണോ സ്റ്റോർ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ആ ഡാറ്റ സ്റ്റോർ ആവും. പകരം നമ്മളിപ്പോൾ ക്ലിയർ ആണ് ക്ലിക്ക് ചെയ്തതെന്ന് വെച്ചാൽ അത് ഡിലീറ്റ് ആയി പോവും, ഒരിക്കലും ഇതിലേക്ക് സ്റ്റോർ ആവുന്നില്ല. ഇതേ മെത്തേഡ് തന്നെയാണ് ഓൺലൈനായിട്ട് ഏതൊരു ഫോം ഫില്ല് ചെയ്യുമ്പോഴും നമ്മൾ സ്വീകരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇൻപുട്ട് ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് തരം ഇൻപുട്ടാണ് നമുക്ക് ഫോമിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ ആ ഇൻപുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ആട്രിബ്യൂട്ട് ഓഫ് ഇൻപുട്ട് ടാഗ് ആദ്യത്തത് ടൈപ്പ് എന്ന് പറയും. എന്താണ് ടൈപ്പ് ആട്രിബ്യൂട്ട്? ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏത് തരം കൺട്രോളാണ് നമ്മളുടെ പ്രോഗ്രാമിലേക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണേന്ന്. അതിൽ ഫസ്റ്റ് വരുന്നത് ടെക്സ്റ്റ് ബോക്സ്. നമ്മളിപ്പോൾ പേരൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റോൾ നമ്പർ, അഡ്മിഷൻ നമ്പർ, ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. അതേമാതിരി പാസ്വേഡ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഇതിലേക്ക് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കും പാസ്വേഡ് എൻ്റർ ചെയ്യാൻ. അപ്പോൾ ആ പാസ്വേഡ് എൻ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റാറൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ സ്റ്റാറൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കവിടെ ആ ഡിസ്പ്ലേയിൽ സ്റ്റാർ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണേ? അതായത് നമ്മുടെ പാസ്വേഡ് എന്താണെന്നുള്ളത് ഒരിക്കലും പുറത്തുള്ള ആൾക്കാർ അറിയാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻപുട്ട് ടൈപ്പ് ഉണ്ട്. പിന്നെ ചെക്ക് ബോക്സ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാൻ, ഇപ്പോൾ സാധാരണയായിട്ട് സെക്സ്, മെയിൽ, ഫീമെയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ ചെക്ക് ബോക്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ചെക്ക് ബോക്സിൽ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ചെക്ക് ബോക്സ് അവിടെ അത് ക്ലിക്ക് ചെയ്താൽ അത് കറക്റ്റായിട്ട് അത് എനേബിൾ ആവും. അതായത് ഇത് കറക്റ്റാണ്. അപ്പോൾ ഏതാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അത് ടിക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നത് റേഡിയോ ബട്ടൺ. ഇപ്പോൾ ചില സമയത്ത് നമുക്കിപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ അങ്ങനെ എന്തെങ്കിലും കുറിച്ചാണെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള കുറേ ഓപ്ഷനുകളുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് റേഡിയോ എന്ന് പറയുന്ന ബട്ടൺ. പിന്നെ നമുക്ക് വരുന്നത് റീസെറ്റ്, സബ്മിറ്റ്, ബട്ടൺ എന്ന് പറഞ്ഞാൽ 3 സാധനങ്ങളുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ റീസെറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ റീസെറ്റ് അമർത്തി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയി പോവും, ഡിലീറ്റ് ആയി പോവും.
സബ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആവശ്യത്തിന് വേണ്ടതൊക്കെ ഫോമിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞു. എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫോമിൽ എന്ത് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അത് റെക്കോർഡ് ചെയ്യണം. അതായത് ഞാൻ എൻട്രി ചെയ്തതൊക്കെ കറക്റ്റാണെന്ന് നമ്മൾ എഗ്രി ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതങ്ങനെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ സെർവറിൽ പോയിട്ട് സ്റ്റോർ ആവുന്നത്. ഏത് വെബ് സെർവറിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത് വെച്ചാൽ അതിലേക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണു, അതല്ലെങ്കിൽ ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളതെല്ലാം ഫില്ല് ചെയ്തെല്ലാം കഴിയുമ്പോൾ സബ്മിറ്റ് ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ആ വെബ് പേജിലേക്ക് കണക്റ്റ് ആവണത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബട്ടൺ. അത് ബട്ടൺ എന്ന് വെച്ചാൽ വെറുതെ സാധാരണ ഒരു ബട്ടനാണ്. നമ്മുടെ പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിലൂടെ നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവേണ്ട ആക്ഷൻ നമ്മളവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്തു, അപ്പോൾ നമ്മുടെ ആ വെബ് പേജ് ക്ലോസ് ആയി പോണു. അതുപോലെ ഒരു ബട്ടണുകൾ നമ്മൾ കാണാറുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത പേജിലേക്ക് പോകണു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ബട്ടൺ. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ടൈപ്പ് ഇൻപുട്ട് ടാഗിൽ വരുന്നതാണ് ടൈപ്പ്. ഏത് കൺട്രോളാണ് വേണ്ടതെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ്, ചെക്ക് ബോക്സ്, റേഡിയോ, പിന്നെ റീസെറ്റ്, സബ്മിറ്റ്, ബട്ടൺ എന്നിങ്ങനെയുള്ള എല്ലാതും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മളിതിനെ സെലക്ട് ചെയ്യണത്. നെക്സ്റ്റ് അതേപോലെ പിന്നെ വരുന്ന ടാഗുകൾ നെയിം. നമുക്ക് ഒരു ഇൻപുട്ടിന് ആവശ്യമായിട്ടുള്ള വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ അതാണ് നെയിം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെബ് പേജിനകത്ത് എന്താണ് ഡിസ്പ്ലേയിൽ കാണേണ്ടത്. ഇപ്പോൾ നെയിമാണ് എൻ്റർ ചെയ്യേണ്ടത്, അപ്പോൾ എനിക്ക് അവിടെ നെയിം എന്നാണ് അവിടെ ഡിസ്പ്ലേയിൽ കാണേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ, ഇൻപുട്ടിന് ആവശ്യമായിട്ടുള്ള പേരുകൾ കൊടുക്കുക. അതാണ് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. പിന്നെ അതുപോലെ വാല്യൂ. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ മാർക്കാണ് എൻ്റർ ചെയ്യണത്. അപ്പോൾ മാർക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു കുട്ടി ആബ്സെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ അവിടെ 0 എന്ന് ഇടണം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു വാല്യൂ ഓൾറെഡി അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലീവ് ചെയ്യരുത് ബ്ലാങ്ക് ആയിട്ട്. അതിന് പകരം ഒരു വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വാല്യൂ. പിന്നെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് പേര്, ചിലരുടെ പേര് വലുതായിരിക്കും, ചിലരുടെ പേര് ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ആ ടെക്സ്റ്റ് ബോക്സിലാണ് നമ്മൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇവിടെ സൈസ് നമ്മൾ മെൻഷൻ ചെയ്താൽ അതനുസരിച്ചായിരിക്കും അതിൻ്റെ വിഡ്ത്ത് നമ്മൾ കൂട്ടണതും കുറയ്ക്കണതും. സാധാരണയായിട്ട് ഇത് ടെക്സ്റ്റ് ബോക്സിനും പാസ്വേഡിനൊക്കെയാണ് ആവശ്യം വരുന്നത്. പിന്നെ മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര ലെറ്റേഴ്സ് വരെ നമുക്കിതിലേക്ക് സ്റ്റോർ ചെയ്യണം. ടെക്സ്റ്റ് ബോക്സിലേക്കാണെങ്കിലും പാസ്വേഡിലേക്കാണെങ്കിലും സാധാരണയായിട്ട് നമ്മൾ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ പറയും 8 ലെറ്റേഴ്സേ പാടുള്ളൂ, അല്ലെങ്കിൽ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആവണം, നമ്പർ വേണം, ഇങ്ങനെയൊക്കെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മളിവിടെ കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം ലെങ്ത് എത്ര വേണം, അതിലേക്ക് നമുക്ക് എത്ര നമ്പേഴ്സിനെ അല്ലെങ്കിൽ എത്ര ലെറ്റേഴ്സിനെ സ്റ്റോർ ചെയ്യണം, അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെക്സ്റ്റ് അല്ലെങ്കിൽ പാസ്വേഡ് ഫീൽഡുകളിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് നമ്മൾ അവിടെയാണ് യൂസ് ചെയ്യുന്നത് മാക്സ് ലെങ്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നെയിം നമ്മൾ പറഞ്ഞു, പേര് നമ്മൾക്ക് എന്താണ് ഡിസ്പ്ലേയിൽ കാണിക്കേണ്ടത് ആ പേര്. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ കൊടുക്കാത്ത സമയത്ത് ഡിഫോൾട്ടായിട്ട് വരേണ്ട വാല്യൂ സെറ്റ് ചെയ്യാം. സൈസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ചെയ്യുന്നതിൻ്റെ വിഡ്ത്ത്, നമുക്ക് ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ അല്ലെങ്കിൽ പാസ്വേഡിൻ്റെ അല്ലെങ്കിൽ സാധാരണ ഇതിന് രണ്ടിനുമാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ, എത്രത്തോളം ലെറ്റേഴ്സ് അതിലേക്ക് നമുക്ക് കൊള്ളിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് ആ ഇൻപുട്ട് ഫീൽഡിന് എത്ര ലെങ്ത് വേണം. ഇപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ് ആവാം, അല്ലെങ്കിൽ സാധാരണ പാസ്വേഡിനൊക്കെയാണ് ഈ ഒരു മാക്സ് ലെങ്ത്തിൻ്റെ ആവശ്യം വരുന്നത്. അല്ലാതെ നോർമലി ബാക്കിയുള്ള ഫീൽഡുകൾക്കൊന്നും അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും നമുക്കിവിടെ യൂസ് ചെയ്യാം. അടുത്തതായിട്ട് എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഒരു കോംബോ ബോക്സ് അങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മളൊരു വെബ് പേജിനകത്ത് ഫോമിൽ അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സെലക്ട് എന്നാണ് നമ്മളതിന് പറയുന്ന ടാഗ്. ആ സെലക്ട് ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. എന്ന് വെച്ചാൽ സെലക്ട് എന്നുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞ് നമുക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞ് സെലക്ട് ടാഗിനെ നമ്മൾ ക്ലോസ് ചെയ്യണം. ഇനി അതിൽ തന്നെ ആദ്യം നെയിം, നമുക്ക് ഇതിനൊരു നെയിം കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ കൺട്രോളിന് നമ്മൾ കൊടുക്കുന്ന പേര് അതാണ്
നെയിം എന്നുള്ള ആട്രിബ്യൂട്ട്. പിന്നെ സൈസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആവും കൊടുക്കാനുള്ളത്, ചിലപ്പോൾ 2 ഓപ്ഷൻസേ കാണുള്ളൂ. അങ്ങനെ നമ്മുടെ ലിസ്റ്റ് എത്രത്തോളം വലുതാണ് അതനുസരിച്ചാണ് നമുക്ക് അതിലുള്ള കണ്ടൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സൈസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രോളിംഗ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ബോക്സ് ആണോ വേണ്ടത്, ഇല്ലെങ്കിൽ കോംബോ ബോക്സ് ആണോ വേണ്ടത്. കോംബോ ബോക്സിന് എപ്പോഴും 1 ആണ് നമ്മളവിടെ ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്ന വാല്യൂ. ഇനി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അടുത്ത ആട്രിബ്യൂട്ട്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ടു സിലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് ഫ്രം ദ മെനു. ചില സമയത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഐറ്റംസിനെ ആ മെനുവിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള ഓപ്ഷനാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ടാഗിൽ നമുക്ക് വരുന്ന 2 ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് സിലക്ട് എന്ന് പറഞ്ഞിട്ട് സിലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സിലക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ലിസ്റ്റിലത്തെ ഒരു വാല്യൂവിനെ നമ്മൾ സെലക്ട് ചെയ്തു എന്നർത്ഥം. അപ്പോൾ ആ ലിസ്റ്റിലത്തെ ഒരു വാല്യൂ സെലക്ട് ചെയ്തുവെങ്കിൽ നമ്മൾ അവിടെ സിലക്റ്റഡ് എന്ന് മെൻഷൻ ചെയ്യുന്നു. അതേപോലെ വാല്യൂ എന്ന് പറഞ്ഞ മറ്റൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എന്തെങ്കിലും ഒരു വാല്യൂ അതിലേക്ക് അസൈൻ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വാല്യൂ അതിലേക്ക് അസൈൻഡ് ആവുന്നു. അല്ല, നമ്മൾ പ്രത്യേകമായിട്ടൊരു വാല്യൂം അവിടെ അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ എന്ത് കണ്ടന്റ് ആണുള്ളത് അത് യൂസ് ചെയ്യുന്നു. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അലൗ സബ്മിഷൻ ഓഫ് എ വാല്യൂ ഇഫ് നോട്ട് പ്രസന്റ് കണ്ടന്റ് ഇസ് യൂസ്ഡ് ആസ് ദ വാല്യൂ. ഒന്നും നമ്മൾ പ്രത്യേകമായി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണോ അതിലുള്ള വാല്യൂ ആ വാല്യൂ തന്നെ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം പറ്റുന്നു. ഇനി ഇതെങ്ങനെയാണ് ഒരു വെബ് പേജിൽ വരണേ നോക്കാം. HTML ഹെഡ്, അതേമാതിരി ടൈറ്റിൽ, ഹെഡ് ക്ലോസ് ചെയ്യുക, അതെല്ലാത്തിലും നമുക്ക് വേണം. പിന്നെ ബോഡി എടുക്കുക, ബോഡിയിൽ BG കളർ കൊടുക്കാം. അത് കഴിഞ്ഞ് ഫോം ആക്ഷൻ ഈക്വൽ ടു നമ്മൾ ആ ഫോമിലേക്ക് കൊടുക്കുന്നത് ഏത് പേജിനെയാണോ ആ പേജിൻ്റെ പേര് കൊടുക്കുക. മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. നമ്മൾ നേരത്തെ ഇപ്പോൾ എല്ലാ വെബ് പേജ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും പോസ്റ്റാണ് കൊടുത്തത്. പോസ്റ്റാണ് കുറച്ചും കൂടി സെക്യൂർഡ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ പാരഗ്രാഫ് ടാഗ് നാഷണാലിറ്റി എന്ന് കൊടുത്തു. അത് കഴിഞ്ഞാൽ സിലക്ട് ടാഗ് യൂസ് ചെയ്തു. സിലക്ട് നെയിം ഈക്വൽ നാഷണാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, നമ്മളവിടെ കൊടുക്കുന്നത് നാഷണാലിറ്റി എന്ന സാധനമാണ്. അപ്പോൾ ആ നാഷണാലിറ്റീനെയാണ് നമ്മൾ സിലക്ട് ടാഗിൽ കൊടുത്തിട്ടുള്ളത്. ഇനി സൈസസ് ഈക്വൽ ടു 1, അതിൻ്റെ സൈസ് നമ്മൾ 1 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1 കൊടുക്കുമ്പോൾ നമുക്കത് കോംബോ ബോക്സ്. അത് കഴിഞ്ഞാൽ ഓപ്ഷൻ വാല്യൂ ഈക്വൽ ടു ഇന്ത്യൻ. നമ്മൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ആ ലിസ്റ്റിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ലിസ്റ്റ് ബോക്സ് ആയാലും കോംബോ ബോക്സ് ആയാലും ലിസ്റ്റിലൂടെ എന്തൊക്കെ വാല്യൂസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ആ വാല്യൂസ് എല്ലാം നമുക്ക് ലിസ്റ്റിൽ കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഓപ്ഷൻ വാല്യൂ ഈക്വൽ ഇന്ത്യൻ ആണ് ആദ്യത്തെ വാല്യൂ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് സിലക്റ്റഡ് ആണ്. നമ്മളിവിടെ പഠിച്ചു സിലക്റ്റഡ് എന്ന് കൊടുത്താൽ എന്താണ് അർത്ഥം, അതാണ് ഡിഫോൾട്ട് ആയിട്ട് അവിടെ സെലക്റ്റഡ് ആയിട്ട് കിടക്കുന്ന വാല്യൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇന്ത്യനിൽ സിലക്റ്റഡ് കൊടുത്തത്. അത് കഴിഞ്ഞ് അടുത്തത് ഓപ്ഷൻ വാല്യൂ ഈക്വൽ ബ്രിട്ടീഷ്. അപ്പോൾ നമുക്ക് അവിടെ സെക്കൻഡ് ഓപ്ഷൻ ബ്രിട്ടീഷ് ആണ്, പക്ഷെ അത് സെലക്റ്റഡ് അല്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സിംഗിൾ വാല്യൂ സെലക്ഷൻ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂ സെലക്ഷനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഓപ്ഷൻസ് നമുക്ക് എത്ര എണ്ണമുണ്ടോ അത്രയും ഓപ്ഷൻസ് നമുക്ക് അവിടെ കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു ലൈനല്ല കൂടുതൽ ലൈനുകളുള്ള മാറ്റർ ടൈപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ടൈപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ടെക്സ്റ്റ് ബോക്സിന് പകരം ടെക്സ്റ്റ് ഏരിയയാണ്. ഇതെപ്പോഴാണ് യൂസ് വരുന്നത്, ഇപ്പോൾ അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കുറച്ച് വലിയ അഡ്രസ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ഏരിയ എന്നുള്ള ഇൻപുട്ട് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി ആ ടെക്സ്റ്റ് ഏരിയയിൽ നമുക്ക് എന്തൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് നോക്കാം. ആട്രിബ്യൂട്ട്സിൽ ആദ്യം തന്നെ ഗിവ് എ നെയിം, ഒരു പേര് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്പർ ഓഫ് റോസ്, എത്ര റോസ് ആയിട്ട്, അതായത് എത്ര വരിയായിട്ട് എഴുതാനായിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോളംസ്, നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ എത്ര ക്യാരക്ടർ, എത്ര ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ഒരു പ്രോഗ്രാമിനകത്ത് ഒരു HTML പേജിനകത്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. HTML വരുമ്പോൾ ഹെഡ്, ടൈറ്റിൽ അതൊക്കെ വേണം, ബോഡി അതെല്ലാം നമ്മുടെ ഫോമിൽ നമുക്ക് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഫോം ആക്ഷൻ ഈക്വൽ ടു നമ്മൾ ആ ഫയൽ നെയിം കൊടുക്കുക. അത് കഴിഞ്ഞ് മെത്തേഡ് നമ്മൾ പോസ്റ്റ്, നേരത്തെ നമ്മൾ പോസ്റ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു, പോസ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് ഏരിയയിൽ റോസ് കൊടുക്കുക, എത്ര റോ വരുന്നുണ്ട്. അതേമാതിരി കോളംസ്, എത്ര കോളംസ്, അതായത് നമ്പർ ഓഫ് ലെറ്റേഴ്സ് അത് കൊടുക്കുക. നെയിം, അഡ്രസ്, ആ ഇൻപുട്ട് ചെയ്യുന്ന ടെക്സ്റ്റ് ഏരിയയ്ക്ക് ഒരു പേര് കൊടുത്തു, അഡ്രസ് എന്ന്. അത് കഴിഞ്ഞ് എൻ്റർ യുവർ അഡ്രസ്, എൻ്റർ യുവർ അഡ്രസ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് വേണോ അതെല്ലാം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതാണ് പിന്നീട് നമ്മുടെ ആ വെബ് പേജിൽ കാണാൻ സാധിക്കുക. അപ്പോൾ അതാണ് ഇത്രയും വലിയൊരു ഏരിയ നമ്മൾ അതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്തത്. അതായത് 10 റോസും
30 കോളംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ 30 ലെറ്റേഴ്സ് വരെ ഇതിൽ കൊള്ളുന്നു. നമുക്ക് 10 വരികളും കൊള്ളുന്നു, 10 ലൈൻസ്. അപ്പോൾ അത്രയും ഡാറ്റ വരെ മാക്സിമം സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത്രയും വലിയൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തു തരുന്നു. ഇനി ടെക്സ്റ്റ് ഏരിയ എന്നുള്ള ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു, ഫോം ക്ലോസ് ചെയ്തു, പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്യും. അപ്പോഴാണ് ഒരു വെബ് പേജ് കംപ്ലീറ്റ് ആവുന്നത്. ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് ഏരിയ മാത്രമല്ല, ചെക്ക് ബോക്സ്, കോംബോ ബോക്സ്, അതേപോലെ റേഡിയോ ബട്ടൺ എന്ന് വേണ്ട നമുക്ക് ഏതൊക്കെ കൺട്രോൾസ് ആവശ്യമുണ്ടോ അതെല്ലാം നമ്മുടെ ഫോമിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. ഇതിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് ഓവർവ്യൂ ഓഫ് HTML5. നമുക്ക് HTML പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചുകൊണ്ട്, HTML വെബ് പേജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള എല്ലാ വെബ് പേജസും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ HTMLൻ്റെ നമ്മൾ യൂസ് ചെയ്തിരുന്ന 4.1 വെർഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ HTML5 വെർഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് വേർഷൻസ് നമുക്ക് ഏതൊരു സോഫ്റ്റ്വെയറിനും അവൈലബിൾ ആവുമ്പോൾ എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണേ? നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് പഴയതിൽ നിന്നും പുതിയത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്, ആൾക്കാർക്ക് എങ്ങനെ ആ പുതിയത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നന്നായിട്ടുള്ള രീതിയിലുള്ള വെബ് പേജസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു, അതിലൂടെ എന്താണ് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കാം. HTML5 ഡെവലപ്പ് ചെയ്തത് W3C ആൻഡ് WHATWG. അതെന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് നോക്കാം. W3C എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് കൺസോർട്ടിയം എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ്, ഒരു കൂട്ടം ആൾക്കാരാണ്. അവർ ഡെവലപ്പ് ചെയ്യുന്നത് വെബ് സ്റ്റാൻഡേർഡ്സ്, എങ്ങനെയാണ് ഒരു വെബ് പേജ് ഉണ്ടായിരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പഠനവും വിശകലനവും നടത്തിയ ശേഷം അതനുസരിച്ച് ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായ വെബ്സൈറ്റുകളെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതിന് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മുടെ WWWൻ്റെ ആളായ ടിം ബെർണേഴ്സ്-ലീയും അതുപോലുള്ള ഒരുപാട് ആൾക്കാർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയാൻ കാരണം. അപ്പോൾ അവരാണ് W3C എന്ന ഗ്രൂപ്പ്. അതേപോലെ WHATWG, അതായത് വെബ് ഹൈപ്പർ ടെക്സ്റ്റ് ആപ്ലിക്കേഷൻ ടെക്നോളജി വർക്കിംഗ് ഗ്രൂപ്പ്. അതാരാണ്? ഇറ്റ് ഈസ് എ പീപ്പിൾ കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റഡ് ഇൻ HTML ആൻഡ് റിലേറ്റഡ് ടെക്നോളജീസ്. HTML മാത്രമല്ല, ഇതുപോലെ വെബ് പേജസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ടെക്നോളജികൾ എന്താണ്, ആ ടെക്നോളജികളെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇത്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും കൂടി ഒരുമിച്ച് ഗ്രൂപ്പായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് HTML5ലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി HTML5ലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് ഒരുപാട് വീഡിയോ പ്ലേ ബാക്ക് ഫെസിലിറ്റീസ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, നമുക്ക് ഓരോന്ന് അവിടെ നിന്ന് പിടിച്ച് താഴത്തേക്ക് ഇടുക, അതാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ കുറേ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ തവണ പുതിയ പുതിയ വേർഷൻസ് നമുക്ക് ഇറങ്ങുമ്പോൾ അതിൽ നിന്നും പുതിയതായിട്ട് എന്തൊക്കെ അഡീഷണൽ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വെബ് പേജിനെ നമുക്ക് എത്രത്തോളം നന്നാക്കാം, എത്രത്തോളം അതിനെ നമുക്ക് ഇംപ്രസീവ് ആസ് വെൽ ആസ് അട്രാക്റ്റീവ് ആക്കാം, അതാണ് ആ ഒരു പർട്ടിക്കുലർ ഓരോ വേർഷൻ്റെയും വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഓരോ വേർഷൻസ് ഇറങ്ങുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശകലനം ചെയ്യാനും പഠിക്കാനും ശ്രമിച്ചാലാണ് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ വളരെയധികം ആകർഷണീയമായ രീതിയിലും സിമ്പിളായിട്ടുമുള്ള വെബ് പേജുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്.